രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ ജയദേവ കവിയുടെ അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അസാധാരണമായ ജീവിത കഥയിലേക്ക് സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, വ്യാഴാഴ്ച ജയദേവ കവിയുടെ ജീവിത കഥ, പിന്നെ ഇംഗ്ലീഷ് വേണ്ടവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ട്. നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കേണ്ടവർക്ക് ഞാൻ കൊല്ലത്താണ്, കൊല്ലത്ത് വന്ന് നിങ്ങൾക്ക് എന്നോട് പഠിക്കാം. കാസർഗോഡ് നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 96453339 എന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതൊക്കെ കേൾക്കുക. പിന്നെ രാധികാ കവചം, രാധാ സഹസ്രനാമം, അഷ്ടാവക്രഗീത നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അതിൻ്റെ ഒരു ഫുൾ വിവരണം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ജയദേവ കവിയുടെ ജീവിത കഥ ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇല്ലേ, ജയദേവ കവിയും സുഹൃത്തായ പരാശരനും കൂടി ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. വനത്തിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് ജയദേവ കവിക്ക് ആ ദേഹമെല്ലാം കൂടെ വല്ലാതെ കുഴഞ്ഞു വന്നു. അദ്ദേഹം ബോധശൂന്യനായി നിലം പതിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പരാശരൻ വിഷമിച്ചു. അപ്പോൾ പരാശരൻ കാണുകയാണ് ഒരു പുലി.
ഒരു പുലി. അതെ, അത് വന്യമൃഗങ്ങളുടെ കേന്ദ്രമാണ്. അവിടെ അധിക സമയം നിൽക്കുന്നത് ആപത്താണ്. ഏത് സമയത്തും വന്യമൃഗങ്ങൾ വരാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു ഒരു പുലി. ആ പുലി ഇങ്ങനെ നാവിട്ട് നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാവ് പുറത്തേക്കിട്ട് നുണയുകയാണിങ്ങനെ. പരാശരൻ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് പരാശരൻ. ആ സമയത്ത് കാണാം, അതാ വരുന്നു മറ്റൊരു പുലി. അതെ, ആ പുലി ഇങ്ങനെ ചീറിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ നിന്ന പുലി അതിന്റെ നേർക്കൊന്ന് നോക്കി. അതോടുകൂടി ആ പുലി എന്ത് ചെയ്തു? അവിടെ നിന്ന് ശാന്തമായി തിരിച്ചുപോയി. അതെ, ഇത് വന്യമൃഗങ്ങളുടെ നിയമമാണോ? ഒരാളുടെ ഇലയെ മറ്റൊരാൾ തൊടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്കൊരു സിംഹം വരികയാണ്. ആഹാ, ഒരാളിങ്ങനെ കിടക്കുന്നു, മറ്റൊരാൾ അടുത്തിരിക്കുന്നു. രണ്ടിരകളെ കിട്ടിയ സന്തോഷം. പരാശരന് ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല. പരാശരൻ വിറയ്ക്കുകയാണ് എന്ന് ഇതൊന്നും അറിയാതെ ജയദേവ കവി. എന്നാൽ ഈ പുലി സിംഹത്തെ ഒന്ന് നോക്കിയപ്പോൾ ആ സിംഹം ശാന്തമായി തിരിച്ചുപോയി. എന്നിട്ട് ആ പുലി വന്ന് ജയദേവന്റെ അടുക്കലേക്ക് വന്നിരുന്നു. അപ്പോൾ പരാശരൻ വിചാരിക്കുകയാണ്, അതെ, ജയദേവന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ജയദേവൻ കണ്ണു തുറന്നപ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന പുലി. പക്ഷേ ജയദേവൻ കാണുകയാണ്. അത് പുലിയല്ല, രാധാസമേതനായ കൃഷ്ണൻ. ഭഗവാനേ, ശ്രീ രാധാകൃഷ്ണ. കണ്ണീരോടുകൂടി ആ പുലി നിന്നടുത്തേക്ക് വീഴുകയാണ്. ആ പുലിയെ കെട്ടിപ്പിടിക്കാനായി വീഴുകയാണ്. പെട്ടെന്ന് ആ സമയത്ത് പുലി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പരാശരൻ എന്താണെന്ന് അറിയാതെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ പുലിയുടെ കാൽപാതുകൾ പതിഞ്ഞ ആ മണ്ണെടുത്ത് ജയദേവൻ നെഞ്ചോട് ചേർത്തു. ഭഗവാനെ, എന്നെ രക്ഷിക്കാൻ വന്നതാണോ? അതും രാധാസമേതനായി. ഞാൻ ധന്യനായി. എൻ്റെ അമ്മേ, എൻ്റെ രാധാറാണി അമ്മേ, എൻ്റെ പൊന്നു രാധാറാണി അമ്മേ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും കൂട്ടി എന്നെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണോ? കരുണാമയി, അമ്മയ്ക്ക് കോടി നമസ്കാരം. കരുണാമയി, പ്രേമാമയി, അമൃതാമയി രാധേ. കരുണാമയി, പ്രേമാമയി, അമൃതാമയി രാധേ. രാധേ ഓ രാധേ, ഓ രാധേ. കണ്ണീര് വാർത്ത് കിടക്കുന്ന ജയദേവനെ പിടിച്ചുയർത്തിയിട്ട് ചോദിച്ചു, എന്താണ്? അപ്പൊ ചോദിച്ചു, പരാശര, നീ കണ്ടില്ലേ പരാശര, രാധാസമേതനായ കൃഷ്ണനാണ്. പരാശരൻ പറഞ്ഞു, രാധാസമേതനായ കൃഷ്ണനോ? പുലിയായിരുന്നു. അപ്പോൾ പറഞ്ഞു, അല്ല. അപ്പോൾ പറഞ്ഞു, ജയദേവ, നിനക്ക് ഭയം കൊണ്ടിട്ട് തോന്നുകയാണ്. ഒരു നിമിഷം നിനക്ക് മതിഭ്രമം വന്നതാണ്. അപ്പോൾ ജയദേവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ പുലി എവിടെ പോയി? ആ പുലി എന്തുകൊണ്ട് എന്നെ വധിച്ചില്ല? പരാശരനാകെ ആശയക്കുഴപ്പമായി. ശരിയാണ് എന്ന് മാത്രവുമല്ല, നേരത്തെ വന്ന സിംഹവും അതേ മറ്റൊരു പുലിയും ഇതിനെ കണ്ടപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. എന്തോ ഒന്നും വിശ്വസിക്കാൻ വയ്യാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പരാശരന്. പക്ഷേ ജയദേവന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അവരവിടെ നിന്ന് നടന്നു വന്നപ്പോൾ ജയദേവൻ ഒരു പെൺകുട്ടിയെ കാണുകയാണ്.
അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി, അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ കഴുത്തിൽ ഒരു പൂമാലയാണ് കിടക്കുന്നത്. ജയദേവൻ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി. ആ സൗന്ദര്യം ജയദേവനെ വല്ലാതെ ആകർഷിച്ചു. അപ്സരസിനെ പോലെ ഇരിക്കുന്നു, അപ്സരസിനെ പോലെ ഇരിക്കുന്നു. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണിത്. അതേ, ഒറ്റ നിമിഷം, ഒരൊറ്റ നോട്ടത്തിൽ ജയദേവൻ പ്രണയത്തിലാവുകയാണ്. ജയദേവൻ പ്രണയത്തിലാവുകയാണ്, ശരിക്കും പ്രണയത്തിലാവുകയാണ്. ജയദേവൻ തന്നോട് തന്നെ ചോദിച്ചു. ജയദേവൻ സ്വയം പറഞ്ഞു, അതെ, ഞാൻ പ്രണയത്തിലേക്കാണോ, ഞാൻ പ്രണയത്തിലേക്കാണോ. ജയദേവന്റെ ഹൃദയത്തിൽ നിന്ന് ആ പെൺകുട്ടിയോട് വാചകം പുറത്തു വന്നില്ല. ഹൃദയത്തിനുള്ളിൽ പ്രതിധ്വനിച്ചു, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ. ഈ സമയത്ത് പരാശരൻ പറഞ്ഞു, ജയദേവ. അപ്പോഴാണ് ജയദേവന് പരിസരബോധം വന്നത്. ജയദേവൻ അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തി. പക്ഷേ ഹൃദയം നിറയെ ആ പെൺകുട്ടിയായിരുന്നു. ആരാണ് ആ പെൺകുട്ടി? അതീവ സുന്ദരിയായ ആ പെൺകുട്ടി ആരാണ്? വീട്ടിൽ വന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഒന്ന്, തൻ്റെ ജീവൻ രക്ഷിക്കാൻ പുലിയായി വന്ന് നിന്നതിന്. രണ്ട്, ഈ അതീവ സുന്ദരിയായ പെൺകുട്ടിയെ തനിക്ക് കാട്ടിത്തന്നതിന്, അപ്സരസിനെ കാട്ടിത്തന്നതിന്. അന്ന് ജയദേവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജയദേവന്റെ ഹൃദയം നിറയെ ആ അപ്സര സുന്ദരിയായിരുന്നു. അടുത്ത ദിവസം നമ്മുടെ പരാശരന്റെ പിതാവ് രത്നാകാക, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടാണ് നിൽക്കുന്നത്. ജയദേവന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോയതുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പൊ ജയദേവനാകട്ടെ അടുത്ത ദിവസം നേരത്തെ എഴുന്നേറ്റു, തൻ്റെ പൂജകളൊക്കെ കഴിച്ചു. എത്രയും പെട്ടെന്ന് അവൾ നിന്ന സ്ഥലത്തെത്തണം, എനിക്ക് അവളെ കാണണം. ആ സമയത്താണ് രത്നാകാക വിളിച്ചു പറഞ്ഞത്, നോക്കൂ ജയദേവ, അടുത്ത ഗ്രാമത്തില് ഒരു യാഗം നടക്കുന്നു, അതിലേക്ക് എനിക്കൊരു ക്ഷണമുണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ ആ യാഗത്തിൽ പങ്കെടുക്കാൻ പോകണം. ജയദേവന് വല്ലാത്ത വിഷമമായി. അവളെ കാണാതിരിക്കാൻ കഴിയില്ല, പക്ഷേ പോകാതിരിക്കാനും കഴിയില്ല. അങ്ങനെ വിഷമിച്ച് പരാശരനും ജയദേവനും രത്നാകാകയുടെ കൂടെ പോയി. തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. ജയദേവന് വല്ലാത്ത ദുഃഖം തോന്നി. ആ അപ്സര കന്യക, അതിസുന്ദരിയായ സ്ത്രീ, അവൾ ആരാണ്? അടുത്ത ദിവസം നേരം വെളുക്കാൻ കാത്തിരിക്കുകയായിരുന്നു ജയദേവൻ. നേരം വെളുത്തപ്പോൾ അവൾക്ക് കൊടുക്കാനായി കുറെ പൂക്കൾ പറിച്ച് തൻ്റെ ബാഗിലേക്ക് വച്ചു. ഒരു സഞ്ചിയാണത്. അപ്പോൾ രത്നാകാക പറഞ്ഞു, നോക്കൂ, ഇന്നും നമുക്ക് ആ യാഗസ്ഥലത്തേക്ക് പോകണം. അപ്പൊ ജയദേവന് വീണ്ടും വിഷമമായി. പക്ഷേ ധിക്കരിക്കാൻ പറ്റില്ല. എങ്കിലും ആ സഞ്ചി എടുത്തു. യാഗസ്ഥലത്തേക്ക് പോകാനുള്ള അത്യാവശ്യ സാധനങ്ങളും ആ പൂക്കളും കരുതി. എന്നിട്ട് രത്നാകാകയോടൊപ്പം പോയി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഇരിപ്പുറയ്ക്കുന്നില്ല. ജയദേവൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എനിക്ക് കുറച്ച് ജോലികളുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ രത്നാകാക പറഞ്ഞു, എങ്കിൽ നീ പൊയ്ക്കൊള്ളൂ, പക്ഷേ ഇരുട്ടുന്നതിന് മുമ്പ് നീ തിരിച്ചെത്തണമെന്ന് പറഞ്ഞു. അതോടെ ജയദേവ കവിക്ക് വല്ലാത്ത വെപ്രാളമായി. ജയദേവ കവി അവിടുന്ന് ഇറങ്ങി. അവളെ കാണണം, എനിക്ക് അവളെ കാണണം. ആ അപ്സര സുന്ദരിയെ എനിക്ക് കാണണം. തിടുക്കത്തിൽ നടന്നു. അതേ, ഇന്നലെ കണ്ട ആ സ്ഥലത്ത് അവൾ നിപ്പുണ്ട്. ഇന്ന് അവളുടെ പേര് ചോദിക്കണം, ഇന്നെനിക്ക് അവളുടെ പേര് ചോദിക്കണം. പക്ഷെ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കൈകാലുകൾക്കൊരു വിറയൽ പോലെ. എന്താണെന്ന് അറിയാൻ വയ്യ. ഒരു നിമിഷം അവളെ കാണാതെ ഒരു വൃക്ഷത്തിന്റെ മറവിൽ നിന്നു. അവിടെ നിന്നുകൊണ്ട് അവളെ ഒളിച്ചു നോക്കി. എന്തോ അവളെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. വല്ലാത്ത ഒരു പതർച്ച, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പതർച്ച. ഒരു നിമിഷം ജയദേവൻ ചിന്തിച്ചു, അവൾ എന്നെ കാണുന്നുണ്ടോ? ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവളുടെ അടുക്കലേക്ക് ചെന്നു.
അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളും പുഞ്ചിരിച്ചു. ജയദേവൻ ബാഗിൽ നിന്നും തൻ്റെ സഞ്ചിയിൽ നിന്നും രാവിലെ ശേഖരിച്ചു വെച്ച ഒരു പിടി പൂക്കളെടുത്തു. അവളുടെ അടുക്കലേക്ക് ചെന്ന് കൊടുത്തു. അവളത് പുഞ്ചിരിയോടുകൂടി വാങ്ങിച്ചു. അപ്പോൾ ജയദേവൻ ചോദിച്ചു, എന്താ പേര്, എന്താ പേര്? അവളൊന്നും പറഞ്ഞില്ല. അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഒരു ചെറിയ കാറ്റ് തൻ്റെ ചെവിയുടെ അരികിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ വീണ്ടും ചോദിച്ചു, എന്താ കാറ്റ്, എന്താ പേര്, എന്താ പേര്? അപ്പോഴും അവൾ മിണ്ടിയില്ല. ആ സമയത്ത് ജയദേവന്റെ കവിയിൽ ഒരു മണിമുഴക്കം പോലുള്ള ശബ്ദം വീണു. പ്രാചി, എൻ്റെ പേര് പ്രാചി. ഒരു നിമിഷം ജയദേവൻ അമ്പരന്നു. ഇത് ആരാണ് പറഞ്ഞത്? ഈ പെൺകുട്ടി തന്നെയാണോ പറഞ്ഞത്, അതോ മറ്റു വല്ലവരുമോ? ഈ പ്രപഞ്ചം പോലും ഞങ്ങളുടെ കൂട്ടിമുട്ടലിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതേ, പ്രാചി, പ്രാചി എന്നാണ് അവളുടെ പേര്. അവൾ അപ്പോഴും പുഞ്ചിരിച്ചു. അപ്പൊ ജയദേവൻ പറഞ്ഞു, മനോഹരമായ പേര്, മനോഹരമായ പേര്. നിന്നെ കാണാൻ എന്ത് സുന്ദരിയായിരിക്കുന്നു. ജയദേവൻ അരച്ചരച്ച് തൻ്റെ വിരലുകൾ നീട്ടി അവളുടെ വിരലിലൊന്ന് തൊട്ടു. എന്തൊരു തണുപ്പ്! ജയദേവന് വല്ലാത്ത സന്തോഷമായി. അവൾ ഒന്നും മിണ്ടിയില്ല. അതെ, ആദ്യമായിട്ട് ജയദേവൻ പ്രണയത്തോടെ തൊടുന്ന സ്ത്രീ പ്രാചിയാണ്. ആദ്യമായി പ്രണയത്തോടെ തൊടുന്ന സ്ത്രീ പ്രാചിയാണ്. എന്നിട്ട് ജയദേവൻ ആ തൊട്ടടുത്തുള്ള ഒരു ആൽമരമുണ്ട്, ആ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവളും ജയദേവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ഒരുപാട് സംസാരിച്ചു. അതേ, നിശബ്ദതയ്ക്ക് സംസാരത്തേക്കാൾ പ്രാധാന്യമുണ്ട്. അവരുടെ ഹൃദയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സമയം പോവുകയാണ്. പെട്ടെന്ന് അടുത്ത തെങ്ങിൽ നിന്നൊരു തേങ്ങ വന്ന് വീണു. ആ ശബ്ദത്തിൽ ജയദേവന് പെട്ടെന്ന് പരിസരബോധമുണ്ടായി. അപ്പോൾ ഇനി ഇരുന്നാൽ നേരം വൈകും. ജയദേവൻ ആ തേങ്ങയെടുത്ത് തൻ്റെ സഞ്ചിയിൽ ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ പോകട്ടെ, ഇനി ഇരുന്നാൽ ഒരുപാട് ഇപ്പൊ തന്നെ നേരം വൈകി, എന്നെ തിരക്കും, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്നെയും തിരക്കത്തില്ലേ, നിനക്കും പോകണ്ടേ? അതിനുശേഷം എന്ത് ചെയ്തു? ജയദേവ കവി പതുക്കെ നടന്നു. ആ വിജനമായ വഴി ജയദേവ കവി കുറച്ചു ദൂരം നടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. പ്രാചി അവിടെ തന്നെ നിൽക്കുകയാണ്, തന്നെ നോക്കിക്കൊണ്ട്. അവളെ അവിടെ ഇട്ടിട്ട് പോകാൻ ജയദേവന് വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ ജയദേവൻ പ്രാചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രാചി, ഏയ് പ്രാചി, ഞാൻ നാളെ വരും. നമ്മൾ എല്ലാ ദിവസവും കാണും. പ്രാചി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രാചിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പ്രാചിയും കൈവീശി കാണിച്ചു. അസാധാരണമായ ഒരു സന്തോഷത്തോടെ ജയദേവ കവി തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. വിജനമായ വഴിയാണ്. വേണമെങ്കിൽ വന്യമൃഗങ്ങൾ വരാം, പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം. പക്ഷേ ജയദേവ കവിക്ക് ഒരു പേടിയും തോന്നിയില്ല. ജയദേവ കവിയുടെ ഹൃദയം മുഴുവനും പ്രാചിയായിരുന്നു. ജയദേവ കവി ഒരു മന്ത്രം പോലെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, പ്രാചി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രാചി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതേ, അസാധാരണമായ ഒരു പ്രണയകഥ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു പ്രണയമാണിത്. അസാധാരണമായ ഒരു പ്രണയമാണിത്. നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടുള്ള പ്രണയമല്ല ഇത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അസാധാരണമായ ഒരു പ്രണയകഥയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതെ, ജയദേവ കവി ഒരു മന്ത്രം പോലെ പറയുകയാണ്, പ്രാചി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രാചി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.
രാധേ രാധേ ഓ രാധേ 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 ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.